ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇടയ്ക്കൊക്കെ വിചാരിക്കാറുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാഡ് ആയിട്ടുള്ള കാര്യം നടക്കുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കാറുണ്ട് നാളെ ഈ ഒരു കാര്യം നമ്മൾ അങ്ങ് മറന്നു പോയിരുന്നെങ്കിൽ, ഈ ഒരു കാര്യം നമ്മുടെ ഓർമ്മയിലേ ഇല്ലെങ്കിൽ അടിപൊളിയായിരിക്കും എന്നല്ലേ. എന്നാൽ ഈ സങ്കട കാര്യങ്ങൾക്കൊപ്പം നമുക്ക് ഇഷ്ടമല്ല നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ കൂടി മറന്നുപോയാലോ? അപ്പം എന്തായിരിക്കും? അതത്ര ഇഷ്ടമല്ല അല്ലെ. ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ അത് പിറ്റേ ദിവസത്തേക്ക് അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ ഒന്നും തന്നെ ഓർമ്മയില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ അത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതായിരിക്കും. സോ അങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്ന നമ്മുടെ കഥയിലെ നായകനും ഒരുപാട് ഉയരത്തിൽ നിന്ന് ഒരു നിമിഷം കൊണ്ട് താഴത്തേക്ക് എത്തുന്നതും പിന്നെ ആ താഴത്ത് നിന്ന് മുകളിലെത്താൻ തൻ്റെ പണ്ടത്തെ ആ പ്രശസ്തിയുള്ള ജീവിതത്തിലേക്ക് എത്താൻ വളരെയധികം കഷ്ടപ്പെടുന്ന നമ്മുടെ നായികയുടെയും ഒരു നല്ല ലവ് സ്റ്റോറിയാണ് ഡെവിളിഷ് ജോയ് എന്ന് പറയുന്ന സീരീസ്. ആ സീരീസിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ചൈനയാണ് കേട്ടോ. നമ്മുടെ നായകൻ ഡ്രൈവ് ചെയ്തു പോകുന്നതും നായകന്റെ പേര് ഗോങ് മാസങ് എന്നാണ്. ഇത്രയും പേര് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് മാസെന്നോ സങ് എന്നൊക്കെ വിളിക്കാം. ഇവൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകുന്നതും ഒരു ഹോസ്പിറ്റലിൽ ഒരു ന്യൂസ് ചാനൽ വെച്ചിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് ലോകത്തിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് US പുറത്തിറക്കി. അതിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് കൊറിയയിലെ സുൻവോ ഗ്രൂപ്പിലെ ന്യൂറോ സർജൻ ആയിട്ടുള്ള നമ്മുടെ നായകനായിരിക്കും. അവിടെ നിന്നൊരു ഡോക്ടർ ഇവനെ കോൾ ചെയ്യുന്നതും നാളെ ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, അപ്പോഴേക്കും വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് നൈറ്റിൽ തന്നെ ഞാൻ ഫ്ലൈറ്റ് കയറുമെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട്. പിന്നീട് ആ ന്യൂസ് ചാനൽ അവിടെ നിന്ന് മാറ്റുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ നായികയുടെ ഒരു പരസ്യമായിരിക്കും. നമ്മുടെ നായിക ഒരു ആക്ട്രസ് ആയിരിക്കും. ആളുടെ പേര് ജുഗി ബോം എന്നാണ്. നമുക്ക് ജുഗി എന്ന് വിളിക്കാം. ആൾക്ക് കൊറിയയിൽ മാത്രമല്ല കുറച്ചായിട്ട് ഏഷ്യയിൽ തന്നെ ഒരുപാട് ഫാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. സെയിം ടൈമിൽ ഇവളും ചൈനയിൽ തന്നെ ഒരു ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഡയറക്ടർ ആണെങ്കിൽ ഒരു ചൈനീസുകാരനായിരിക്കും കേട്ടോ. ഇയാള് ജൂഗിക്ക്, അതായത് ഇവർക്കൊക്കെ ഒരു ഏജൻസി ഉണ്ടായിരിക്കുമല്ലോ, ആ ഏജൻസിയിലെ CEO ആളുടെ പേര് കിം എന്നാണ്, ആളോട് സംസാരിക്കുന്നുണ്ട്. ഇവർ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അതായത് ഈ കടലിന്റെ തീരത്ത് ഇങ്ങനെ ഷൂട്ട് എടുക്കാതെ കടലിലേക്ക് നമ്മുടെ നായിക ഒന്ന് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാവും എന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിലോ ഇത് നായികയുടെ സ്റ്റൈലിഷിനോട് പറയുന്നുണ്ട് കേട്ടോ. ഇയാൾ നമ്മുടെ നായികയുടെ സ്റ്റൈലിഷ് മാത്രമല്ല നായികയുടെ ഒരു ഫ്രണ്ടും ആയിരിക്കും. ആളുടെ പേര് നഞ്ചു എന്നാണ്. നഞ്ചു വന്ന് ഇത് ജുഗിയോട് പറയുമ്പോൾ ആൾ എന്തിനെന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്യേണ്ടായിരുന്നില്ല, എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറയുന്ന അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നഞ്ചുനാണെങ്കിൽ അത് പിന്നെ സാറേ വെള്ളത്തിലിറങ്ങാൻ പറ്റത്തില്ല, ഈ ജൂഗി ചെറുപ്പത്തിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കാനൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് ആൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല പേടി എന്നൊക്കെ പറയുന്നതും ആ ഒരു ആഡ് അവിടെ ക്യാൻസൽ ആകുന്നുണ്ട്. ഈ ചൈനീസ് ഡയറക്ടർ ആണെങ്കിൽ നല്ല ചീത്തൊക്കെ വിളിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ പിന്നീട് ഷൂട്ടിംഗ് അങ്ങ് മാറുകയാണ്. അപ്പൊ ഇതറിയുന്ന ജൂക്കിയാണെങ്കിൽ അല്ല ഈ ഷൂട്ട് മാറിയത് മനസ്സിലായി, പക്ഷേ ഈ മിൻയൂങ് എന്തിനിപ്പോൾ ഇവിടെ ആക്ട് ചെയ്യാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഏജൻസിയിൽ തന്നെയുള്ള മറ്റൊരു ആക്ടറാണ് മിൻയൂങ്. പക്ഷെ മിൻയൂങ്ങിനെ നമ്മുടെ ജൂഗിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇവളവിടെ പറയുന്നുണ്ട് അവനാണെങ്കിൽ ആവശ്യമില്ല എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, മാത്രമല്ല എന്നെ ഇങ്ങനെ തൊടാനൊക്കെ നോക്കും, എനിക്കതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നതും. നഞ്ചൂനാണെങ്കിൽ അതിപ്പോ എല്ലാവർക്കും അറിയാം മിൻയൂങ്ങിന് നിങ്ങളോട് നല്ല താല്പര്യമുണ്ടെന്ന്. അതുമാത്രമല്ല ഈ അഡ്വർടൈസിങ് കമ്പനിയുടെ ഫ്രണ്ടിന്റെ മകനാണ് മിൻയൂങ്, അതുകൊണ്ടാണ് ഈ പരസ്യത്തിലേക്ക് ആളെ സെലക്ട് ചെയ്തത്, എന്തായാലും ആളുടെ ഒപ്പം അഭിനയിച്ചേ പറ്റൂ എന്ന് ഇവളവിടെ പറയുന്നുണ്ട് കേട്ടോ. ജൂക്കി ആണെങ്കിലോ ഇവളുടെ ഡ്രസ്സ് നോക്കുന്ന ടൈമിൽ ബാക്കിൽ കുറെ ക്ലിപ്പൊക്കെ അങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ ഇതെന്താ പേപ്പർ ആണോ എന്ന് ചോദിക്കുമ്പോൾ നഞ്ചൂനാണെങ്കിൽ അതെ ഈ ട്രിപ്പിന് വരുന്നതിന് മുന്നേ നിന്റെ വെയിറ്റ് അങ്ങ് നന്നായി കുറഞ്ഞു, അപ്പൊ പിന്നെ ഡ്രസ്സ് പാകാവേണ്ടേ, അതുകൊണ്ട് അങ്ങ് ക്ലിപ്പ് അടിച്ച് വെച്ചതാന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നീട് മിൻഹ്യൂക്ക് CEO ആയ കിമ്മിനെ മീറ്റ് ചെയ്യുന്നതും ജൂക്കി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ അവളുടെ റിസോർട്ടിലുണ്ട്, ഷൂട്ടിംഗ് എന്തായാലും ഈവനിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്തായാലും അവളെ മീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ കിം ആണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അധികമൊക്കെ മീറ്റ് ചെയ്തിട്ട് ഒരുപാട് റൂമേഴ്സ് ഒന്നും ഉണ്ടാക്കേണ്ട എന്ന് അവിടെ പറയുന്നുണ്ട്. പിന്നീട് ജൂക്കിയും നഞ്ചൂനും ഒരു ഹെൽപ്പർ ബോയും കൂട്ടിയിട്ട് ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നതും കിമ്മിന് വഴി അറിയത്തില്ല എന്ന് പറഞ്ഞ് ഈ ബോയ് അവരെ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പം നഞ്ചൂനാണെങ്കിൽ ഞാൻ മേക്കപ്പ് ബോക്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത്. ആ ടൈമിലാണെങ്കിൽ ജൂക്കിക്ക് നന്നായിട്ട് വയറ് വേദനിക്കുന്നുണ്ട്. കുറേ ടൈമായിട്ട് ഇവൾക്ക് വയറുവേദന ഉള്ളത് കൊണ്ട് തന്നെ ഇവള് നഞ്ചുവിന്റെ കൂടെ പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്നും ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇവൾ ആ പള്ളിയുടെ അവിടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ കറക്റ്റ് ആയിട്ട് അവിടെ സംഘം എത്തുന്നുണ്ട്. ഇവര് രണ്ടുപേരും പരസ്പരം ഒന്ന് നോക്കി നിൽക്കുന്നതും പിന്നീട് ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സിനെ പോലെ ഇവർ അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. ജൂക്കിക്കാണെങ്കിലും നന്നായിട്ട് വയറ് വേദനിക്കുന്ന ടൈമിൽ ടോയ്ലറ്റ് അന്വേഷിച്ചിട്ട് ഇവള് നടന്നു പോകുന്നുണ്ട് കേട്ടോ. കിമ്മും മിൻഹ്യൂക്കൊക്കെ സ്ഥലത്തെത്തുന്ന ടൈമിലോ ജൂക്കിയെ കാണാനില്ല. ഇവളിത് എവിടെ പോയി പോലീസിന് എങ്ങനെ കംപ്ലൈന്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നതും അറിയാത്തൊരു നാടാണല്ലോ. അപ്പൊ കിം ആണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് തിരഞ്ഞു നോക്കാം എന്ന് അവിടെ പറയുന്നുണ്ട്. മിൻഹ്യൂക്കിനാണെങ്കിലും ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഇതേ ടൈമിൽ പാവം ജൂക്കിയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റ് അവിടെ എത്തുന്നതും അയാളോടാണെങ്കിൽ ഇംഗ്ലീഷിൽ കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വാഷ്റൂം ഒന്ന് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അയാളാണെങ്കിലും ഇവിടെ കസ്റ്റമേഴ്സിന് മാത്രം
മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതും ആ ഹോട്ടലിൽ തന്നെ സംഘാണെങ്കിൽ ഇവനൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ കാണാൻ പോകുന്ന ആളുടെ പേര് കെന്റ് ജോയ് എന്നായിരിക്കും. ആളുടെ നെയിം കാർഡും പിടിച്ചിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. ജൂക്കി ആണെങ്കിലോ അവൾക്ക് ഇംഗ്ലീഷൊന്നും അധികം അറിയാത്തത് കൊണ്ട് തന്നെ കഷ്ടപ്പെട്ടിട്ട് മുറി ഇംഗ്ലീഷൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്കൊന്ന് യൂസ് ചെയ്യണം, അകത്തേക്ക് കയറട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇയാളാണെങ്കിൽ സമ്മതിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, ഞാൻ ഫേമസ് അല്ലേ, എൻ്റെ പേര് ജോയ്, JOY എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവളെ ആളുകൾ വിളിക്കുന്നതായിരിക്കണം. ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ നിങ്ങളാണോ ജോയ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഇവൻ ആള് മാറുന്നതാണ്. ജോക്കി ആണെങ്കിലോ നിങ്ങൾ കൊറിയക്കാരനാണോ, നിങ്ങൾക്കപ്പം എന്നെ അറിയായിരിക്കുമല്ലോ അവിടെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവള് വലിയ സെലിബ്രിറ്റി അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇവനുണ്ടോ സെലിബ്രിറ്റീസിനെ അറിയുന്നു? അറിയാം, അല്ല നമ്മൾ മീറ്റിംഗ് എന്നൊക്കെ പറയുന്നതും. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മാംഗോ ജ്യൂസ് ഓർഡർ ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ആ ചെയ്യാലോ എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ വേഗം ഓടിപ്പോയിട്ട് ആ കാവിൽ നിൽക്കുന്ന ആളോട് ഇനി ഞാൻ യൂസ് ചെയ്തോട്ടെ, ഇതെൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംഘം അങ്ങോട്ട് വന്ന് അല്ല ആദ്യം നിങ്ങൾ സൈൻ ചെയ്യണമെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ ഇത് വല്ല ഓട്ടോഗ്രാഫ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഓ ഈ സമയത്താണോ സൈൻ എന്നൊക്കെ പറഞ്ഞ് ഇവള് സംഘിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. എന്നാൽ നിങ്ങൾ ഇരിക്കുമെന്ന് പറയുന്നതും ഇവള് പെട്ടെന്ന് ഇരിക്കുന്ന ടൈമിലാണ് വയറ് വലിയ പന്തികേടാണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ എണീക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ഇവൻ ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതും അതിനുശേഷം കോൺട്രാക്റ്റ് പേപ്പർ കൊടുക്കുന്ന ടൈമിൽ ഇവൾ ഓട്ടോഗ്രാഫ് ആണെന്ന് വിചാരിച്ച് ആ പേജിൽ അങ്ങ് നീട്ടി വലിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മതിയല്ലോ എന്നാൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഇവൾ എണീക്കുന്ന ടൈമിൽ നിങ്ങളെന്താ ആളെ കളിയാക്കുകയാണോ, ഇങ്ങനെയാണോ ഒരു കോൺട്രാക്റ്റ് പേപ്പറിൽ സൈൻ ചെയ്യേണ്ടതെന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ജോയ്ക്കൻ്റെ അല്ലെന്ന് ചോദിക്കുമ്പോൾ അതാരാ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് നമ്മുടെ നായിക പറയുന്നത് കേട്ട് ഇവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ജോയ്ക്കൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പേപ്പറിൽ സൈൻ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ താനല്ലേ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ നിന്നും പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിൽ കൈ പിടിച്ച് വിടുന്നില്ല കേട്ടോ. ഇവൾ അവസാനം ഒന്ന് വിടടോ എന്ന് പറഞ്ഞ് ഓടി വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ടൈമിൽ യഥാർത്ഥ കെൻജോയ് വരുന്നതും ഇവൾ ആ പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സംഘാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാനിങ്ങനെ ലേറ്റായിട്ട് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ ഒരു മീറ്റിംഗ് അവിടെ അവസാനിക്കുന്ന ടൈമിലാണ് ക്ഷീണിച്ച് നമ്മുടെ ജൂക്കി വരുന്നതും ഇവൾ അങ്ങനെ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ വെയിറ്റർ ആണെങ്കിൽ ഇവൾക്ക് മാംഗോ ജ്യൂസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സംഘിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ നാണക്കേടായല്ലോ, ഇനിയിപ്പോൾ ഈ കാര്യങ്ങാനും ഇവൻ ഓൺലൈനിൽ എങ്ങാനും പോസ്റ്റ് ചെയ്യൂ എന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത്. പിന്നീട് നോക്കുമ്പോൾ ഇവളാണെങ്കിൽ സ്പീഡിൽ നടന്നു പോകുന്നതും ഇവനാണെങ്കിൽ ഇവളുടെ പിന്നാലെ കുറച്ച് ഗുണ്ടകൾ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ ഇവളെ വളയുന്ന ടൈമിൽ ഇവൾക്ക് ചൈനീസും അറിയത്തില്ല, ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ പേടിക്കുന്നുണ്ട്. ആ ടൈമിലാണ് കറക്റ്റ് സംഘം അങ്ങോട്ട് വരുന്നതും എന്താ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞ് ഞാൻ 1 2 3 എണ്ണുമ്പോഴേക്കും ഓടണം എന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഇവരെയൊക്കെ നന്നായി ഇടിച്ചിടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവർ വീണ്ടും ഓടുന്നതും ഒരു ഇടുങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് ഇവളാണെങ്കിൽ ഇവൻ്റെ കോട്ടൊക്കെ പിടിച്ച് പേടിച്ച് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ അപ്പോൾ എന്തോ ഒന്ന് ഫീൽ ആകുന്നുണ്ട്. ഇവളാണെങ്കിൽ എല്ലാവരും പോയോ എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ കോട്ട് വിടൂ എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോക്കിയാണെങ്കിൽ എന്താ കൂടുതൽ പേര് വന്നോ എന്ന് പറഞ്ഞ് വീണ്ടും പേടിക്കുന്ന ടൈമിൽ പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന് ഇവൻ അങ്ങ് തമാശയ്ക്ക് പറയുന്നുണ്ട്. ഇത് കേട്ട് ഇവള് പേടിക്കുമ്പോൾ ഇവന് ചിരിയാണ് വരുന്നത് കേട്ടോ. ഓഹോ അപ്പം നിങ്ങൾ നുണ പറഞ്ഞതാണല്ലേ എന്ന് ഇവള് ചോദിക്കുന്നതും അവരൊക്കെ എപ്പോഴേ പോയി, അല്ല നിന്റെ ചെരുപ്പ് കാണാനില്ലല്ലോ എന്നാണ് ഇവൻ തിരിച്ചു ചോദിക്കുന്നത്. അതായത് പിന്നീട് ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് ഇവളിങ്ങനെ ചാടി ചാടി ഇവന്റെ പിന്നാലെ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് ഇവൻ ചോദിക്കുന്നുണ്ട് സെൽഫോൺ എങ്ങാനും കയ്യിലുണ്ടായിരുന്നു എന്ന്. ഷൂട്ടിംഗ് ആയതുകൊണ്ട് സെൽഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ അവരുടെ നമ്പർ ഒന്നും എനിക്ക് ഓർമ്മയില്ലെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ കാറിന്റെ ഡിക്കിയിലുള്ള ഒരു പെയർ ഷൂ എടുത്തിട്ട് ഇവൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരുപാട് വലുതാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതായത് അത് ഊരി വരുന്നുണ്ട്. ഇവളാണെങ്കിൽ ഷൂസ് തന്നതിനും നേരത്തെ രക്ഷിച്ചതിനൊക്കെ താങ്ക്സ് പറയുമ്പോൾ താൻ എന്നെ ബിസിനസ്സിലും സഹായിച്ചു എന്ന് പറഞ്ഞ് ആ കോൺട്രാക്ട് പേപ്പറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവൾക്ക് ശരിക്കും ചിരി വരുന്നുണ്ട്. എന്നാൽ ശരി ഞാൻ പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്ന ടൈമിൽ സംഘാണെങ്കിൽ നിന്റെ കയ്യിൽ സെൽഫോൺ ഇല്ല, അവരെ കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ കയ്യിൽ പൈസ എങ്കിലും വേണ്ടേ, അതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളില്ല എന്നൊക്കെ പറഞ്ഞ് ഇവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്നും ഇവനാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണോ എന്ന് ഒരുമിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഇവനൊരു ഹോട്ടലിലേക്ക് പോകുന്നതും പിന്നാലെ വരുന്ന നമ്മുടെ നായികയാണെങ്കിൽ ഈ ചെരുപ്പ് ലൂസ് ആയതുകൊണ്ട് അവിടെ വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഇവൾ പറയുന്നുണ്ട്. അതായത് ഇവൾ ഏതൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്, അത് ഏതാണെന്ന് ഇവൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ പോയിട്ട് ഇവളുടെ പേരിൽ എന്തെങ്കിലും റിസർവേഷൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത്. അങ്ങനെ ഇവർ 2 3 ഹോട്ടലിലൊക്കെ പോകുന്നതും ഇവൻ വന്ന് നോക്കുന്ന ടൈമിൽ ആ ലോബിയിൽ ഇവൾ കൂളായിട്ട് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത്. അപ്പോൾ സംഘാണെങ്കിൽ ഇത്രയ്ക്കും പേടിയില്ലാത്തൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഇവളുടെ കാലിൽ മുറിയും അതുപോലെ ഇവളുടെ കാലിലത്തെ അഴിഞ്ഞു പോയ ഷൂസും ഇവൻ ശ്രദ്ധിക്കുന്നത്. പിന്നീട് ഇവൻ
ഇവനാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഉറങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഇവൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. ഓ ഞാൻ ഉറങ്ങിപ്പോയില്ലേ എന്ന് പറയുന്നതും ഇവൾ അവിടെ ഒരു പെയർ റെഡ് ഷൂസ് കാണുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ചപ്പല്. അത് മാത്രമല്ല ഇവളുടെ മുട്ടില് ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഇവളാണെങ്കിൽ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതാണോ, ഗിഫ്റ്റ് ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് നല്ല സന്തോഷം വരുന്നുണ്ട്. വേണ്ടായിരുന്നു എന്നൊക്കെ ഇവൾ പറയുന്ന ടൈമിൽ സംഘാണെങ്കിൽ ഗിഫ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞാൽ പൈസ പിന്നെ തരേണ്ടല്ലോ അല്ലേ, എന്തായാലും തന്റെ ഗ്രൂപ്പിന്റെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്യാഷ് ഒക്കെ ഞാൻ അവരെ നീടാക്കിക്കോളാം എന്നവിടെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജൂക്കി ആണെങ്കിൽ എന്തായാലും പൈസ വാങ്ങുന്നല്ലേ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമെന്ന് ചോദിക്കുമ്പോൾ ബെസ്റ്റ് ആകെ തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ചളുപ്പും ഇല്ലാലേ എന്ന് ഇവൻ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവൾ ഐസ്ക്രീം കഴിക്കുന്നതും ഇവനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ജോഗിയാണെങ്കിൽ ഞാൻ കാരണമായിരിക്കില്ല ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവിടെ ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് ഇവൻ കൂളായി പറയുന്നതും അല്ല നമ്മൾ തമ്മിൽ മുന്നേ അറിയത്തില്ല, അതുപോലെ നമ്മൾ ഒരു ദിവസം ഡേറ്റിംഗ് പോലും ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള എന്നോട് നിങ്ങൾക്ക് ഇത്രയും ഉത്തരവാദിത്തം തോന്നേണ്ട ആവശ്യമില്ല, നിങ്ങൾ പൊക്കോളൂ, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഗ്രൂപ്പിലെ ആളുകളെ കണ്ടുമുട്ടിക്കോളാം, എനിക്ക് വേണ്ടി ഇത്രയും ബുദ്ധിമുട്ടേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന സംഘാണെങ്കിൽ ഉറപ്പാണോ ഞാൻ ശരിക്കും പോകുമെന്ന് അവിടെ പറയുന്നുണ്ട്. ആ പൊക്കോളൂ എന്ന് ഇവൾ പറയുന്നതും ഇവൻ ശരിക്കും അവിടെ നിന്ന് പോകുന്ന ടൈമിൽ ഇവൾക്ക് ചെറുതായിട്ടൊന്ന് പേടിയാകുന്നുണ്ട്. ജോഗിയാണെങ്കിൽ അല്ല അങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് കാശ് കടം തരാനില്ലേ, എനിക്കിങ്ങനെ കടം വാങ്ങുന്നതൊന്നും ഇഷ്ടമല്ല, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സെൽഫോൺ നമ്പർ അതൊക്കെ എനിക്ക് അറിയേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ സംഗിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. ആ ടൈമിലാണ് ഇവർ പൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, കുട്ടികളിങ്ങനെ ഓടുന്നതും അവർ ജോക്കിയെ തട്ടുന്ന ടൈമിൽ ജോക്കി പൂളിലേക്ക് വീഴാൻ പോകുന്നുണ്ട്. ഇവളാണെങ്കിൽ കൂടെ സംഗിനെയും പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പൂളിൽ വീഴുന്നതും ഇവളെ രക്ഷിക്കുന്നുണ്ട് കേട്ടോ. ബോധം വരുന്ന ജോഗിയാണെങ്കിൽ എനിക്ക് ജീവനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സംഗിന് ചിരിയാണ് വരുന്നത്. ഇവളാണെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ മുങ്ങി മരിക്കാനൊക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വെള്ളം പേടിയെന്ന് പറഞ്ഞ് കരയുന്നതും ഇവനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരയുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ പേടിക്കേണ്ട, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, തന്നെ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തിച്ചിട്ടേ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഇവരിങ്ങനെ നടന്നു പോകുന്ന ടൈമിൽ ഇവന്റെ കോട്ട് ജോക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവനാണെങ്കിൽ ബാക്കിൽ നിന്ന് വന്ന് ഹഗ് ചെയ്യുന്നതും ഇവളാണെങ്കിൽ ആകെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ശരിക്കും ആ കോട്ടിന്റെ കൈ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയാണ്. എന്താ നീ വേറെ വല്ലതുമാണോ എക്സ്പെക്ട് ചെയ്തത്, നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇവൾക്കൊരു ചളുപ്പാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ വീണ്ടും താങ്ക്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഞാൻ നിന്നെ ചുമ്മാ രക്ഷിച്ചു എന്നാണോ നീ വിചാരിച്ചത്, നീ അധികം ഫേമസ് അല്ലേ, അതുകൊണ്ട് തന്നെ നിന്നെ രക്ഷിച്ച ഒരുപാട് പൈസയൊക്കെ കിട്ടും, ഇപ്പം ഞാൻ എത്ര പൈസ ചോദിക്കുമെന്ന് ഇവൻ പറയുന്ന ടൈമിൽ എത്ര വേണമെങ്കിലും ചോദിച്ചോളൂ, എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും തന്നിരിക്കും, ഞാനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമൺ ആണെന്ന് ഇവളവിടെ പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് കൂടുതൽ പൈസ ചോദിക്കുമെന്ന് സംഘ് പറയുമ്പോൾ ആ ചോദിക്ക്, എനിക്ക് തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ തരുമെന്ന് പറഞ്ഞില്ലേ എന്ന് ഇവൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയം എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്നൊന്ന് സ്റ്റക്കാകുന്നുണ്ട്. ഇങ്ങനെയൊരു ചോദ്യം ഇവൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ കൂടിപ്പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അങ്ങ് ബ്ലഷ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിലാണ് സംഘ് അവിടെ ഒരു ചെടി കാണുന്നത്. ഇത് കൊറോണൻ്റെ പ്ലാൻ അല്ലേന്ന് ഇവനവിടെ പറയുന്നതും അതെന്ത് പ്ലാൻഡായെന്ന് ഇവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഈ കടൽ തീരത്തൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ്റെ കയ്യിൽ നിന്ന്, അതായത് ആ ഹോസ്പിറ്റലിൻ്റെ കാർഡിൽ ഇവൻ ഈ ചെടിയുടെ ചിത്രമൊക്കെ വരയ്ക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഈ ചെടിയുടെ മീനിങ് എന്താണെന്ന് ചോദിക്കുമ്പോൾ മെമ്മറീസ് എന്നാണെന്ന് നമ്മുടെ സംഘ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇന്നത്തെ എൻ്റെ ദിവസം ഇതൊരു പെർഫെക്റ്റ് ഡേ ആയിരുന്നു, അതൊരിക്കലും മറക്കത്തില്ല എന്ന് പറയുമ്പോൾ നിൻ്റെയല്ല നമ്മുടെ എന്ന് ഇവൻ അവിടെ തിരുത്തി പറയുന്നുണ്ട്. എന്നാൽ ശരി നമുക്ക് പോയാലോ എന്ന് ഇവൻ പറയുന്ന ടൈമിലാണ് ഇവൻ വരച്ച ചിത്രം കാണുന്നതും നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് ഇവള് പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ പിന്നീട് ഇവൻ്റെ കോട്ടൊക്കെ ഇങ്ങനെ ഊരുന്ന ടൈമിൽ ഇവൻ ശ്രദ്ധിക്കുമ്പോൾ ഇവൾ ഈ അകത്ത് പാഡൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊക്കെ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇത് കാണുമ്പോൾ ഇവന് ശരിക്കും ചിരി വരുന്നുണ്ട്. ഇവനാണെങ്കിൽ കോട്ടൊന്നും ഊരണ്ട, അത് നീ തന്നെ വെച്ചോ എന്ന് പറയുന്നതും അതെന്താ എൻ്റെ ഫിഗർ കാണാൻ രസമില്ല എന്നൊക്കെ ഇവൾ ചോദിക്കുന്നത്. പിന്നെ നല്ല രസമുണ്ട്, ശരിക്കും ഒരു ഒട്ടകത്തെ പോലെ ഉണ്ടെന്ന് പറയുന്ന ടൈമിലാണ് ഇവൾ ഇത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ആകെ നാണക്കേട് വരുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇത് കണ്ടിട്ടാണോ എനിക്ക് ബട്ടർഫ്ലൈസ് വരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കലെന്ന് പറഞ്ഞ് ഇവൾ ചീത്ത പറയുന്നതും പിന്നീട് ഇവൻ പറയുന്നുണ്ട് നിന്റെ ആ ഗ്രൂപ്പിലെ ആളുകൾ ലാസ്റ്റ് മീറ്റ് ചെയ്ത സ്പോട്ട് നിനക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ, നമുക്ക് അവിടെ പോയിട്ടൊന്ന് സെർച്ച് ചെയ്യാമെന്ന്, എന്തായാലും ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിക്കണം മിസ് ക്യാമല എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ഇവൻ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവർ ഫസ്റ്റ് കണ്ട സ്ഥലം ഉണ്ടല്ലോ അവിടെയാണ് എത്തുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഷൂട്ടിങ്ങിന് വേണ്ടി നിങ്ങൾ വന്ന സ്ഥലത്തെ എന്തെങ്കിലും ലാൻഡ്മാർക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുന്ന ടൈമിലാണ് നമ്മുടെ നഞ്ജുവിനെയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഇവർ നേരെ എത്തുന്നത് ഈ സ്ട്രീറ്റിൽ പാട്ടൊക്കെ പാടുന്നില്ലേ ആ ഗ്യാങ്ങിൻ്റെ അവിടെയായിരിക്കും. സംഘാണെങ്കിൽ എന്താ നീ ഓടിയേ, ആ ഗുണ്ടകളെ വീണ്ടും കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അല്ല എൻ്റെ ഗ്രൂപ്പിലത്തെ ആളുകളെ കണ്ടു എന്ന് ഇവൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരി പിന്നെ എന്തിനാ നീ ഓടിയെന്നാണ് ഇവൻ ചോദിക്കുന്നത്. അപ്പോൾ ജോഗിയാണെങ്കിൽ അല്ല നമ്മളെ പിരിയാറായി എന്ന് എനിക്ക് തോന്നിയില്ല എന്ന് പറയുന്നത് കേട്ട് ഇവനൊന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇതുവരെ നമ്പറൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് പറയുന്ന ജോഗിയോട് നീ ശരിക്കും ഇഡിയറ്റാണോ, നേരത്തെ എൻ്റെ ഫോണിൽ നിന്നല്ലേ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്, അപ്പോൾ ഓൾറെഡി നമ്പർ കിട്ടത്തില്ലേ എന്ന് പറയുന്നത്
പറയുന്നതും ഓ ഞാനത് ആലോചിച്ചില്ല എന്ന് പറയുന്ന ഇവള് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഈ മ്യൂസിക് എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ സംഘാണെങ്കിൽ പാട്ട് പാടുന്നവർക്ക് ഈ പരിപാടിയൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ ടേസ്റ്റൊക്കെ പറയുന്നതും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പാടുമെന്ന് പറയുമ്പോൾ ഇവൻ ചിരിക്കുകയാണ്. കാര്യമായിട്ടാണ് പറഞ്ഞത്, എൻ്റെ പാട്ട് കേട്ട 3 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഫാനായിട്ട് മാറുമെന്ന് ഇവൾ പറയുന്നതും പിന്നീട് അവൾ അവിടെ നന്നായിട്ട് ഗിറ്റാറൊക്കെ വായിച്ചൊരു പാട്ട് പാടുന്നുണ്ട്. സംഭവം സത്യമാണ്, ഇവൾ അടിപൊളിയായിട്ടാണ് പാടുന്നത്. സംഘാണെങ്കിൽ സംഘ് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ പാട്ടിൻ്റെ അവസാനം ഇവൻ്റെ കൈയൊക്കെ പിടിക്കുന്നതും അങ്ങനെ നന്നായിട്ട് പാടുന്ന ഒരു നൈസ് സീനാണ് അവിടെ കാണിക്കുന്നത്. പിന്നീട് ഇവരൊരുപാട് പടികളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടെ നടക്കുന്നതും എൻ്റെ പാട്ട് ഇഷ്ടമായോ, നിങ്ങളുടെ ടേസ്റ്റിലുള്ള പാട്ടായിരുന്നോ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്നതും. അപ്പോൾ ഇവനാണെങ്കിൽ എന്താ ഞാൻ നിൻ്റെ ഫാനായിട്ട് മാറണോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഓ കഷ്ടപ്പെട്ടിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എന്ന് പറയുന്ന ടൈമിൽ സംഘാണെങ്കിൽ എനിക്ക് നിൻ്റെ ബോയ് ഫ്രണ്ട് ആവാൻ പറ്റുമോ, അതാണ് താല്പര്യം എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവളങ്ങ് സ്റ്റെക്കായി പോകുന്നത്, ആകെ ബ്ലഷൊക്കെ ആവുന്നുണ്ട്. സംഘാണെങ്കിലും പിന്നീട് ഇവളെ കിസ് ചെയ്യുന്നതും അങ്ങനെ ഒരു നൈസ് കിസ്സിങ് സീനാണ് അവിടെ കാണിക്കുന്നത്. ആ ടൈമിലാണ് നഞ്ജുനും ആ ബോയും ഇവളെ അന്വേഷിച്ച് അതിലൂടെ പോകുന്നത് കാണുന്നതും. അയ്യോ എനിക്ക് പോകാൻ ടൈമായി എന്ന് പറയുന്ന ടൈമിൽ സംഘാണെങ്കിൽ കൊറിയയിൽ തിരിച്ചെത്തുമ്പോൾ എന്തായാലും വിളിക്കണം, നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ജൂക്കിയാണെങ്കിൽ അത് വേണ്ട, ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് വരാമെന്ന് പറയുന്നതും അതിനെന്താ ഓക്കെ എന്ന് നമ്മുടെ സംഘം അവിടെ പറയുന്നുണ്ട്. ഇവളിങ്ങനെ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് ബായ് ഒക്കെ പറഞ്ഞു പോകുന്നതും ഇവനാണെങ്കിൽ പിന്നീട് ഇവർ നിന്ന് ആ സ്റ്റെയർ ഉണ്ടല്ലോ അതിലൊരു പിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഇവൾ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ നഞ്ജുൻ തടയുന്നുണ്ട്. പ്ലീസ് ഞാൻ ഒന്ന് പോകട്ടെ, അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ പറ്റത്തില്ല, കിം എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ എവിടേക്കും വിടരുത്, റൂമിൽ തന്നെ ഇരുത്തണമെന്ന്. എന്ത് മൊത്തം ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു, എന്നിട്ട് നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് അങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നതെന്ന് ചോദിക്കുന്നതും ജൂക്കിയാണെങ്കിൽ അയ്യോ അതൊക്കെ ഞാൻ പറയാം, ഇപ്പോൾ ഞാനൊന്ന് പോട്ടെ പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും പറ്റത്തില്ല, അല്ല ആര് ഈ ഷൂസ് വാങ്ങി തന്നേന്ന് നഞ്ജുൻ ചോദിക്കുന്നതും ഇവളാണെങ്കിൽ ക്യൂട്ട്നെസ് ഒക്കെ കാണിച്ചിട്ട് ഒന്ന് പയറ്റി നോക്കുന്നുണ്ട്. അപ്പം അതേ ക്യൂട്ട്നെസ്സോട് തന്നെ നഞ്ജുനാണെങ്കിൽ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ അവിടെ വെയിറ്റ് ചെയ്യുന്ന സംഘാണെങ്കിൽ ഒരു ടാറ്റു സെന്ററിൽ കയറിയിട്ട് നേരത്തെ ഇവർ കണ്ട ചെടിയില്ലേ അതിനെപ്പറ്റി ഇവൾ പറഞ്ഞല്ലോ, ഈ മെമ്മറീസ് ഇന്നത്തെ ഒരു ഡേ നമ്മുടെ നല്ല മെമ്മറീസ് ആയിട്ടൊക്കെ മാറുമെന്ന്. അത് ആലോചിക്കുന്ന ഇവനാണെങ്കിൽ അത് കയ്യിൽ ടാറ്റു അടിക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തൊട്ടപ്പുറത്ത് റൂമിലുള്ള കിമ്മും മിൻഹ്യൂങ് ആണെങ്കിൽ സംസാരിക്കുന്നത് ഇവൻ കേൾക്കുന്നുണ്ട്. മിൻഹ്യൂങ് ആണെങ്കിൽ അവളെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ കിം ആണെങ്കിൽ കണ്ടുപിടിച്ചു, ഇന്ന് രാത്രി എന്തായാലും അവൾ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടായിരിക്കും, ഞാൻ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതും തന്നെ എനിക്കത്ര വിശ്വാസമില്ല, കാരണം ഇത് ജൂക്കിയ ആള്, അവൾ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്തില്ല എന്ന് മിനിയൂക്ക് പറയുന്നതും കിം ആണെങ്കിൽ എന്തായാലും ഇന്ന് രാത്രി നിങ്ങളുടെയാണ്, നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും, അതിനുശേഷം കോൺട്രാക്ട് റിന്യൂ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എന്ന് കിം പറയുന്ന ടൈമിൽ അത് പിന്നെ പറയാനുണ്ടോ എന്ന് മിനിയൂക്ക് അവിടെ പറയുന്നുണ്ട്. ഇവർ നിൽക്കുന്നത് ചൈനയിലാണല്ലോ, ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ കൊറിയയിലും, അത് മാത്രമല്ല സെലിബ്രിറ്റീസ് ആണ്. അതുപോലെ ജൂക്കിയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ സംഗിന് ഇത് നമ്മുടെ ജൂക്കിയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്നതും കുറച്ച് കഴിയുമ്പോൾ ഈ മിൻഹ്യൂക്കിന് സംശയം തോന്നുന്നുണ്ട്, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ നമ്മളെ സംസാരിച്ചത് കേട്ടു എന്നാ തോന്നുന്നേ എന്ന് പറയുന്നതും ഇതേ ടൈമിൽ തന്നെ ജൂക്കിയാണെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പ്ലേസിലേക്ക് വരുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ കിം ആണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും 2 വഴിക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പിരിയുന്നതും സംഘാണെങ്കിൽ കിമ്മിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അങ്ങനെ കിം തിരിഞ്ഞു നോക്കുന്ന ടൈമിൽ സംഘ് റോഡ് ക്രോസ് ചെയ്യുന്നതും ഒരു ട്രക്ക് വന്ന് ഇവനെ അങ്ങ് ഇടിക്കുകയാണ്. ഇവനാണെങ്കിൽ ഒരു ആക്സിഡന്റ് പറ്റി അവിടെ വീഴുന്ന ടൈമിൽ അതേ ടൈമിൽ തന്നെ ഒരു സൈക്കിള് നമ്മുടെ ജൂക്കിനെ പാസ് ചെയ്തു പോകുന്നതും തട്ടിയിട്ട് ഇവളുടെ കർച്ചീഫ് അവിടെ നിലത്ത് വീഴുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആ കർച്ചീഫൊക്കെ എടുത്തിട്ട് ആ സ്റ്റെയറിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും, അങ്ങോട്ട് നടക്കുന്നതും ഇതേ ടൈമിൽ ആ വണ്ടി ഇടിച്ചിട്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സംഗിനെയും കാണിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ജൂക്കിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ജീവന് വേണ്ടി പിടയുന്ന സംഗിനെയും കാണിക്കുന്നുണ്ട്.